ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ. ഹെൽത്തി എന്ന് പറയുമ്പോൾ നോ ഓയിൽ നോ മസാല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാമല്ലേ. അതിനാദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പച്ചമുളക്, പുതിനയില, മല്ലിയില, ഉപ്പ് ആവശ്യത്തിന്, നാരങ്ങ നീര്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന തൈര് ഒട്ടും പുളിയില്ലാത്ത കേട്ടോ, അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ തൈര് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നമ്മുടെ മുളക് പൊടി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ചിക്കനിലോട്ട് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. വലിയ പീസുകളാണെങ്കിൽ അതിനൊന്ന് വരഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം മസാലയെല്ലാം നന്നായിട്ട് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 2 അല്ലെങ്കിൽ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഞാനൊരു 3-3.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് പുറത്തെടുത്ത് ഞാൻ എയർ ഫ്രയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എയർ ഫ്രൈയിൽ ഒരു 190 ഡിഗ്രിയിൽ 20 മിനിറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എയർ ഫ്രയർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും എണ്ണ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് എണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്കതിൻ്റെ ആവശ്യം തോന്നിയില്ല. ഹെൽത്തി ആയിട്ട് തന്നെ ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അൺഹെൽത്തി ആവുന്നുമില്ല, പക്ഷേ എനിക്കിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാനൊരു 20 മിനിറ്റ് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ചിക്കൻ മറിച്ചിട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 10 മിനിറ്റോടെ വെച്ചു. ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയ പീസായിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മുരിഞ്ഞു കിട്ടും. എൻ്റെ ലെഗ് കുറച്ച് മുരിയാൻ താമസം എടുത്തു. അതല്ലെങ്കിൽ ഇതിലും നേരത്തെ വെന്തേനെ. അപ്പം ഞാനത് നമ്മുടെ ചോറിൻ്റെ കൂട്ടത്തിലാട്ടോ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ചോറിൻ്റെ കൂട്ടത്തിൽ മാത്രമല്ല, ചപ്പാത്തിയോ അപ്പമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ തിന്നാനാണെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് നമ്മുടെ മല്ലിയുടെയും പുതിനയിലയുടെയും ഒക്കെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുമാത്രമല്ല നല്ല ഹെൽത്തിയുമാണ്. നമ്മൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചിക്കൻ ഉണ്ടാക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഡയറ്റൊക്കെ നോക്കുമ്പം, എൻ്റെ കണ്ടിന്യൂ ഒരു ഡയറ്റൊന്നും അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡയറ്റ് നോക്കുമ്പം ചിക്കൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ, മാറി മാറി. ഇടയ്ക്ക് മസാല ചേർത്തുണ്ടാക്കാറുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ മല്ലിയും പുതിനയും ഒക്കെ ചേർത്ത് എനിക്ക് പല പല ഫ്ലേവർ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.